അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നളന്ദയിൽ നടന്ന വിമത മഹാസമ്മേളനത്തിൻ്റെ മഹാസംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന രണ്ടാം ഭാഗമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വാതിലടച്ച് നടത്തപ്പെട്ട മഹാസമ്മേളനത്തിലെ ഉദ്ഘാടകനായ പുത്തനഴി മൊയ്തീൻ ഫൈസിയുടെ ചില സംസാര ശകലങ്ങളെക്കുറിച്ചാണ്. പുത്തനഴി മൊയ്തീൻ ഫൈസി നിലവിൽ സമസ്തയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ്. സമസ്തയുടെ ജില്ലാ സെക്രട്ടറി പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് ഒരിക്കലും ഒരു വിമത സമ്മേളനത്തിൽ പുത്തനഴി ഉസ്താദ് പങ്കെടുക്കാൻ പാടില്ലായിരുന്നു എന്നാണ് പ്രാഥമികമായി നമുക്ക് പറയാനുള്ളത്. താനിരിക്കുന്ന കസേരയുടെ മഹത്വവും തന്നെ താനാക്കിയ പ്രസ്ഥാനത്തിൻ്റെ മഹത്വവും ആ പ്രസ്ഥാനത്തിൻ്റെ മഹാന്മാരായ നേതാക്കളുടെ വലിപ്പവും മനസ്സിലാക്കാതെ അവർക്കെതിരെ ചില കറക്ക് കമ്പനികളുടെ കെണിയിൽപ്പെട്ട് അനാവശ്യമായ വിമർശനങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുകയും ആ പ്രസ്ഥാനത്തിന് വേണ്ടി രാവും പകലും വ്യത്യാസമില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്ന സാധാരണ പ്രവർത്തകരെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ആക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരെ മൗനം പാലിക്കാൻ സാധ്യമല്ല. അതിൻ്റെ പിന്നിൽ വരുന്ന ലാഭനഷ്ടങ്ങളിൽ ഞാൻ കണക്ക് കൂട്ടുന്നുമില്ല. എന്ത് നഷ്ടം വന്നാലും അത് സഹിക്കാൻ സന്നദ്ധനായിക്കൊണ്ട് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം പ്രതികരണത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിച്ചതും. അതോടൊപ്പം നമ്മുടെ വീഡിയോക്ക് താഴെ വന്ന് ഞാൻ ഫിത്നയുണ്ടാക്കുന്നു, ഞാനാണ് വലിയ ഫിത്ന എന്നൊക്കെ കമൻ്റ് എഴുതുന്ന ആളുകളെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കമൻ്റ് എഴുതാൻ തന്നെയാണ് കമൻ്റ് ബോക്സ് ഓപ്പൺ ആക്കി തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എഴുതാം. പക്ഷേ മനസ്സാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് എങ്ങനെ സമാധാനം കിട്ടും? നിലവിൽ ഞങ്ങൾ ആരും ഒരു ഫിത്നയും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങളുടെ നിലപാട് എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമുന്നത നേതൃത്വമായ മുശാവറയുടെ നിലപാടിന്റെ കൂടെ നിൽക്കുക എന്നതാണ് ഞങ്ങളുടെ ആത്യന്തികമായ നിലപാട്. സമസ്തയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, മുശാവറ മെമ്പർമാർ അവർ ഒരു നിലപാട് പറഞ്ഞാൽ അതിന് ശക്തി പകരുക, ആ നിലപാടിന്റെ കൂടെ അടിയുറച്ചു നിൽക്കുക. വ്യക്തിബന്ധങ്ങൾക്കോ മറ്റു ലാഭ നഷ്ടങ്ങൾക്കോ അതല്ലെങ്കിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട സ്ഥാനമാനങ്ങളെ സംരക്ഷിക്കുകയോ ഇതൊന്നും ഞങ്ങൾക്കതിൻ്റെ മുമ്പിൽ വിലങ്ങുതടിയായിട്ടുമില്ല. അത്തരം ചില വിലങ്ങുതടികളാണ് പലരെയും നളന്ദയിൽ ഒരുമിച്ച് കൂട്ടിയത് എന്നത് കൃത്യമായി തിരിച്ചറിയുന്ന ആളുകൾ തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കളെ അപഹസിച്ചുകൊണ്ടും അവരെ ഭത്സിച്ചുകൊണ്ടും അവരെ ചെറുതാക്കിക്കൊണ്ടും അവർക്ക് എന്തൊക്കെയോ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നും ആരോപിക്കുന്ന ആ ഫിത്നക്കറക്ക് കമ്പനികൾക്ക് നേരെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളെ ഫിത്നക്കാരാക്കരുത്. നിങ്ങൾ ഫിത്ന നിർത്തിയാൽ ഞങ്ങൾ ഫിത്നയിൽ വെള്ളമൊഴിക്കൽ നിർത്തും. നിങ്ങൾ ഫിത്ന തുടർന്നാൽ ഞങ്ങൾ ഫിത്നയിൽ വെള്ളം കോരി ഒഴിച്ചുകൊണ്ടേയിരിക്കും. ആളിക്കത്തുന്ന തീ കാണുമ്പോൾ ആ തീയിനെ ആളിക്കത്തിക്കാനല്ല ഞങ്ങൾ ശ്രമിക്കുന്നത്, ആ തീയിൽ വെള്ളം ഒഴിക്കാനാണ്. ഞങ്ങൾ തുരുതുരാ വെള്ളം ഒഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളാണ് തീ കത്തിക്കുന്നത് എന്ന് ഞങ്ങളെ ആക്ഷേപിച്ചാലും ഞങ്ങൾ ആ വെള്ളം ഒഴിക്കൽ നിർത്തില്ല, ഒഴിച്ചുകൊണ്ടേയിരിക്കും. എത്ര തീ കത്തിക്കാൻ ശ്രമിക്കുന്നോ അത്രയും ഞങ്ങളുടെ വെള്ളം ഒഴിക്കലിന്റെ ശക്തിയും കൂടും. അതിന് നിങ്ങൾ ഫിത്ന എന്ന് പേരിട്ടാലും എന്ത് പേരിട്ടാലും അത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയവുമല്ല. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നളന്ദയിൽ നടന്ന വിമത സമ്മേളനത്തെ അവലോകനം ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഓരോ വീഡിയോ ആക്കി മാറ്റുന്നത്. ഇനി ഈ സമ്മേളനത്തിൽ ലൈവ് കഴിഞ്ഞ ശേഷം ലൈവാനന്തര, അതായത് വാതിലടച്ച ശേഷം നടന്ന ചർച്ചകളുണ്ട്. അതിനുശേഷം പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. പത്രസമ്മേളനത്തിൽ തന്നെ വലിയ രേഖയാണ് എന്ന് ഉയർത്തി കാണിച്ച വ്യാജരേഖയെക്കുറിച്ച് സംസാരിക്കാനുമുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്യുമ്പോഴേ ഒരു 10-15 മിനിറ്റിൽ ഒതുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കൾ ക്ഷമിക്കണമെന്ന് ആദ്യമേ ഉണർത്തുകയാണ്.
നളന്ദയിലെ വിമത സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ പുത്തനഴി ഫൈസി സംസാരിക്കട്ടെ. 1959 ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ മുതലക്കുളം മൈതാനിയിൽ ഇങ്ങനെ ശരീഅത്ത് സംരക്ഷണത്തിന് വേണ്ടി മറ്റുള്ളവരുമായി വിദഗ്ധ കക്ഷികളുമായി സ്റ്റേജ് പങ്കിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ സുന്നത്ത് ജമാഅത്തിന്റെ ശതമാനം കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉടലെടുക്കുകയും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് എതിരാളികളിൽ നിന്നുണ്ടാവാത്ത വിധം വലിയ പ്രതിസന്ധിയും പ്രയാസങ്ങളുമാണ് അവരുണ്ടാക്കി തീർത്തത് എന്ന് ഏതാണ്ട് എൻ്റെ പ്രായമുള്ള ആൾക്കാർക്കും അതിനപ്പുറമുള്ള ആൾക്കാർക്കെല്ലാം വ്യക്തമായി മനസ്സിലാവും. പക്ഷെ ഇന്നത്തെ സാഹചര്യം എന്താണ്? ഞാൻ എൻ്റെ വാക്ക് സുദീർഘമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നത്തെ സാഹചര്യം എന്താണ്? 35 കൊല്ലം മുമ്പ് ഇങ്ങനെ ശംസുൽ ഉലമക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ശതമാനം കുറഞ്ഞു, സുന്നത്ത് ജമാഅത്തിന്റെ വോൾട്ടേജ് മഹാനവർക്ക് കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട ആൾക്കാർ 35 വർഷം മുമ്പ് അവരെടുത്ത ചില ആയുധങ്ങൾ എടുത്തുകൊണ്ട് സമൂഹത്തിൽ പ്രതിസന്ധിയും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന ഒരു ചെറുവിഭാഗം നമ്മുടെ കൂട്ടത്തിലുള്ള യുവജന വിദ്യാർത്ഥികളിൽ നിന്ന് ഇന്ന് ഉണ്ടായിരിക്കുന്നു. പുത്തനഴി ഉസ്താദിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അല്ലെങ്കിൽ പുത്തനഴി ഉസ്താദ് കാര്യങ്ങളെ വികലമായി 89 മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലാതെ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാവുക? വളരെ വിനയത്തോടെ ചോദിക്കട്ടെ. 89 മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ശംസുൽ ഉലമ അടക്കമുള്ള മഹൽ വ്യക്തികൾക്ക് സുന്നത്ത് ജമാഅത്തിൽ ശതമാനം കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന് ആരോപിച്ചു എന്നും ആ ആരോപണം നടത്തിയ ആളുകളാണ് പിന്നീട് സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെടുകയുണ്ടായത്. ആ ആയുധം ഇന്ന് ചില ആളുകൾ യുവജനങ്ങളും വിദ്യാർത്ഥികളും എടുത്തുപയോഗിക്കുന്നു എന്നാ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ചിന്തിക്കുക. ഇതിനാണോ നിങ്ങൾ വെറുതെ അല്ല നിങ്ങളുടെ സംസാരം കഴിഞ്ഞ ശേഷം അവർ വാതിലടപ്പിച്ചത്, മീഡിയക്കാരെ പുറത്താക്കിയത്? ഇതും 89 വിഷയവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? 89 നടന്ന വിമത വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളോട് ആരെയാണ് നിങ്ങൾ താരതമ്യം ചെയ്യുന്നത്? ഇന്ന് നിങ്ങൾ മറുവിഭാഗം എന്ന് ആക്ഷേപിക്കുന്നവർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറയെയാണ്, സമസ്തയുടെ മുശാവറയുടെ തീരുമാനത്തിന്റെ കൂടെ നിൽക്കുന്നവരെയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ ഇവിടെ CIC-യുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനം പ്രഖ്യാപിച്ചു, ഒരു നിലപാടെടുത്തു. സ്വാഭാവികമായും സമസ്തക്കാരായ ഓരോ ആളുകളും, സമസ്തക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഓരോ വിഭാഗവും ഓരോ പ്രവർത്തകരും സമസ്തയുടെ ആ തീരുമാനത്തിന്റെ കൂടെ ശക്തമായി നിലനിന്നു. എന്നാൽ ചില സ്വാർത്ഥ താല്പര്യക്കാർ ആ സമയത്ത് സമസ്തയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യുകയും സമസ്തയുടെ തീരുമാനത്തെ ധിക്കരിച്ചുകൊണ്ട് ഈ വിഭാഗത്തിന് ഓശാന പാടുകയും ചെയ്തിരുന്നു. ആ ആളുകളൊക്കെ നിങ്ങളുടെ ഈ മീറ്റിംഗിൽ സജീവമായി പ്രഭാഷകരായുമുണ്ട്, സാന്നിധ്യം കൊണ്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ 89 ആവർത്തനം എന്ന് നിങ്ങൾ ആരോപിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ആ ആരോപണം നളന്ദയിൽ ഒരുമിച്ച് കൂടിയവരിലേക്കല്ലേ മടങ്ങുക? നിങ്ങൾ സമസ്തയുടെ നേതാക്കൾക്കെതിരെ, സമസ്തയുടെ മുശാവറ മെമ്പർമാരെ പോലും നിങ്ങൾ ഇന്നലെ അവിടെ ചോദ്യം ചെയ്തിട്ടുണ്ട്. സമസ്തയുടെ നേതാക്കളെ ചോദ്യം ചെയ്യുകയും സമസ്ത എടുത്ത ഒരു തീരുമാനത്തിന്റെ കൂടെ നിൽക്കാതെ സമസ്ത നിലപാട് പ്രഖ്യാപിക്കപ്പെട്ട ആളുകൾക്ക് അവർക്ക് ഓശാന പാടുകയും
അവരുടെ ആജ്ഞാനുവർത്തികളോ അല്ലെങ്കിൽ അവരുടെ കളിപ്പാവകളോ ആയി വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ നിങ്ങളാണ്. അപ്പോൾ 89-ൽ വിമത പ്രവർത്തനം നടത്തിയ ആ ആളുകളുടെ പണി ഇന്ന് ചെയ്യുന്നത് നിങ്ങളാണ്. അവരുടെ ആയുധം കൈയേന്തിയിട്ടുള്ളതും നിങ്ങളാണ്. നിങ്ങൾ മറുവിഭാഗം എന്ന് ആരോപിക്കുന്ന സമസ്തയുടെയും SKSSFന്റെയും പ്രവർത്തകർ ഇന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറയുടെ കൂടെ നിൽക്കണം എന്ന് ആജ്ഞാപിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവരാണ്. അവരെ എങ്ങനെ 89-ലുള്ളവരോട് നിങ്ങൾ താരതമ്യം ചെയ്യുക? എന്നാൽ സമസ്തയുടെ മുശാവറയെപ്പോലും ഉപദേശിക്കുകയും വിമർശിക്കുകയും അവർക്ക് പലജാതി കുറ്റങ്ങളും തെറ്റുകളും ഉണ്ട് എന്ന് ആരോപിക്കുകയും ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടിയത് നിങ്ങളാണ്. സമസ്തയുടെ നേതൃത്വത്തെ 89-ൽ ചിലർ ചോദ്യം ചെയ്തു. ഈ 2024-ൽ അതേ പണി ചെയ്യുന്നത് നിങ്ങളാണ്. അപ്പോൾ ആ ആരോപണം യഥാർത്ഥത്തിൽ ഉസ്താദെ മടങ്ങുന്നത് നിങ്ങളിലേക്കാണ്. ഇനി മറ്റൊരു കാര്യം, അദ്ദേഹം തന്നെ തുടരട്ടെ. ഇന്ന് നമ്മുടെ ഇടയിലുള്ള ചില, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളും ചില യുവജനങ്ങളും സമൂഹത്തെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഭരണപ്രകാരവും കീഴ്വഴക്കപ്രകാരവും ഇതുവരെ നടന്നു പോകുന്ന ആ വഴിയെല്ലാം തന്നെ വിസ്മരിച്ചുകൊണ്ട് 35 കൊല്ലം മുമ്പ് എന്തിനു വേണ്ടി ഇവിടുന്ന് പിരിഞ്ഞു പോയവോ അവരൊക്കെ ഏതൊരു പാതയിലാണ് സഞ്ചരിക്കുന്നുവോ ആ പാതയിലേക്ക് നമ്മളിൽ നിന്ന് ചില ആൾക്കാരെയും തന്നെ കൊണ്ടുപോകാനുള്ള വളരെ ഗുണമായിരിക്കുന്ന ശ്രമത്തിലാണുള്ളത് എന്ന് മഹലിന്റെ ഉത്തരവാദപ്പെട്ട ആൾക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹലിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി ഉസ്താദിന്റെ ഒരു സാരോപദേശം. 89-ലെ AP വിഭാഗം കൊണ്ടുപോയത് പ്രവർത്തിച്ചിരുന്ന ആ പ്രവർത്തന രീതിയും അവരുടെ ആ ആശയങ്ങളിലേക്കും ഇന്ന് ഒരു വിഭാഗം ആളുകൾ നമ്മുടെ ആളുകളെ കൊണ്ടുപോകുന്നുണ്ട് എന്ന് എൻ്റെ പ്രിയപ്പെട്ട പുത്തനഴി ഉസ്താദെ, നിങ്ങൾക്ക് ഈ ആരോപണത്തിന് എന്തെങ്കിലും ഒരു തെളിവ് ഈ സമൂഹത്തിന്റെ മുമ്പിൽ പറയാനുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളതവിടെ പറയണമായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമുന്നത നേതൃത്വത്തിന്റെ തീരുമാനത്തിന്റെ കൂടെ ഉറച്ചു നിന്നു എന്നതാണോ നിങ്ങൾ കണ്ട കുറ്റം? അതിനെയാണോ അപ്പോൾ 89-ൽ മറുവിഭാഗമാണ് സമസ്തയുടെ നേതൃത്വത്തിന്റെ കൂടെ ഉറച്ചു നിന്നത് എന്നാണോ നിങ്ങൾ പറയുന്നത്? മഹലിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിലൂടെ മറ്റൊരു ധ്വനിയുണ്ട്. ചില മഹല്ലത്തുകളിൽ നേതൃതലങ്ങളിലുള്ള ആളുകൾ, കമ്മിറ്റി ഭാരവാഹികളിലൊക്കെ നേതൃതലത്തിലുള്ള ആളുകൾ ഇത്തരം ആളുകളുടെ ഇതുപോലുള്ള ജുഗുത്സാവഹമായ പ്രവർത്തനങ്ങളുടെയും പ്രഭാഷണങ്ങളുടെയും ഇരയായി തീർന്ന ആളുകൾ ഉണ്ടാവാം. അങ്ങനെയുള്ള ആളുകൾക്ക് ആ നാട്ടിൽ ജോലി ചെയ്യുന്ന സമസ്തയുടെ നേതൃത്വത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കുന്ന പണ്ഡിതന്മാർക്കെതിരെ അവരുടെ വികാരം തിരിച്ചുവിടാനുള്ള പുത്തനഴിയുടെ സ്വതസിദ്ധമായ ഒരു സ്വഭാവത്തിന്റെ ഭാഗമാണ് അങ്ങനെ ഒരു പ്രയോഗം എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ ഒരു കാര്യം തറപ്പിച്ച് പറയാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ നടക്കുന്ന മഹല്ലുകളും മദ്രസകളും അവിടെ കമ്മിറ്റി ഭാരവാഹികളിൽ 1-2 ആളുകൾ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ ഇത്തരം കുപ്രചരണങ്ങൾക്ക് വിധേയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ഹുങ്കിൽ പണ്ഡിതന്മാർക്കെതിരെ തിരിഞ്ഞാൽ ആ നാട്ടിലെ ജനറൽ ബോഡി എന്ന ഒരു സംവിധാനമുണ്ട്. ഇവരെയൊക്കെ കമ്മിറ്റിയിൽ എടുത്തവരും പ്രസിഡന്റ് ആക്കിയവരും സെക്രട്ടറി ആക്കിയവരുമായ ആളുകൾ, അത്തരം ആളുകൾ കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്നൊന്നും ആരും വ്യാമോഹിക്കേണ്ടതില്ല. ജനറൽ ബോഡി എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ സമസ്തക്കാരായ സുന്നികളായ ആളുകളാണ്. അവർ തീർച്ചയായും അന്യായമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമസ്തയുടെ കൂടെ ഉറച്ചു നിൽക്കുകയും സമസ്തയുടെ നേതാക്കൾക്കെതിരെ സംസാരിക്കുന്ന ആളുകളെ കൈകാര്യം ചെയ്യുകയോ അവർക്കെതിരെ സംസാരിക്കുകയോ അല്ലെങ്കിൽ സമസ്തയുടെ നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് ഉറച്ചു നിൽക്കുകയോ ചെയ്തതിന്റെ പേരിൽ അത്തരം പണ്ഡിതന്മാരെ ബുദ്ധിമുട്ടിക്കാനും വിഷമിപ്പിക്കാനും ശ്രമിക്കുമ്പോൾ
ജനറൽ ബോഡി എന്ന് പറയുന്ന ആ നാട്ടിലെ സാധാരണക്കാരായ ഇവരെയൊക്കെ കമ്മിറ്റിക്കാരാക്കി മാറ്റിയ ഒരു വിഭാഗം, ദീനുള്ള സമസ്ത എന്തെന്നറിയുന്ന സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് ബോധമുള്ള ആളുകൾ കയ്യും കെട്ടി നോക്കിയിരിക്കും എന്നൊന്നും ആരും വ്യാമോഹിക്കേണ്ടതില്ല. അത്തരം സന്ദർഭങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ അത് നേരിൽ കാണാൻ സാധിക്കുകയും ചെയ്യും. അത്തരം ഒരു സാഹചര്യം ഇല്ലാതിരിക്കട്ടെ എന്നാണ് നമുക്ക് ദുആ ചെയ്യാനുള്ളത്. നമുക്കറിയാം, നമുക്കിടയിലുള്ള ഇത്തരം വിവേകമില്ലാത്ത ചില ആൾക്കാരുടെ പ്രവർത്തനം മുഖേന നമ്മളെ നേതാക്കന്മാർ തന്നെ വളരെ വിഷമിച്ചുകൊണ്ടാണ് കഴിയുന്നത്. നേതാക്കന്മാർക്ക് തന്നെ വളരെ പ്രതിസന്ധിയും പ്രയാസവും സൃഷ്ടിച്ചുകൊണ്ടാണ് അത്തരം ആൾക്കാർ മുന്നോട്ട് പോയി. ആ പറഞ്ഞത് യഥാർത്ഥത്തിൽ കണ്ണാടിയിൽ നോക്കി പറയുന്നത് പോലെയുണ്ട്. ഇത്തരം ആളുകളുടെ എന്നത് ആ സദസ്സിലുള്ള ആളുകളോടാണെങ്കിൽ ആ പറഞ്ഞത് 100% ശരിയാണ്. കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ആ പ്രോഗ്രാം നടത്തിയിട്ടുള്ളത്. നേരെ മറിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കളെ പ്രയാസപ്പെടുത്തുന്നു, പ്രതിസന്ധിയിലാക്കുന്നു എന്നൊക്കെ നിങ്ങൾ ആരോപിക്കുന്ന SKSSFന്റെയും സുന്നത്ത് ജമാഅത്തിന്റെയും പ്രവർത്തകരുടെ സമ്മേളനങ്ങളിൽ മുഖ്യ പ്രഭാഷകരും ഉദ്ഘാടകരും അധ്യക്ഷരും അതേപോലെ ആ പരിപാടിയുടെ സംഘാടകരും അതിൻ്റെ ഉപദേശകരും എല്ലാം സമസ്തയുടെ സമുന്നതരായ നേതാക്കളാണ്. സമസ്തയുടെ അധ്യക്ഷൻ, സമസ്തയുടെ മുശാവറ മെമ്പർമാര്, അവരൊക്കെയാണ് പ്രഭാഷകർ. അവർ ആദർശം അമാനത്താണ് എന്ന ശീർഷകത്തിൽ SKSSF നടത്തുന്ന പ്രോഗ്രാമിൽ, അതേപോലെ തന്നെ SKSSFന്റെയും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെയും മറ്റു പ്രോഗ്രാമുകളിൽ പ്രഭാഷകരായിട്ടുള്ളതും ഉദ്ഘാടകരായിട്ടുള്ളതും ഈ ഉസ്താദുമാരാണ്. അവർക്ക് പ്രയാസം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവർ ആ പരിപാടിയിൽ പങ്കെടുക്കുകയില്ലല്ലോ. എന്നാൽ നിങ്ങൾ നടത്തുന്ന പരിപാടികളിൽ മുശാവറ മെമ്പർമാരെ നമ്മൾ കാണാറുമില്ല, എടവണ്ണപ്പാറയിൽ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഇന്നലെ നിങ്ങൾ നടത്തിയ അവിടെയും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഉസ്താദുമാരെ വിഷമിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതും പരിപാടി നടത്തുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ തന്നെ ഓരോ കൊക്കക്കണീസ് ഉണ്ടാക്കുക, എന്നിട്ട് മറ്റുള്ളവരാണ് കൊക്കക്കണീസ് ഉണ്ടാക്കുന്നത് എന്ന് തിരിഞ്ഞു നിന്ന് പറയുകയും ചെയ്യുക. ഇതൊക്കെ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ യുഗമാണ്. ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ആ പഴയ കാലത്ത് ഒരു സ്ഥലത്ത് പ്രസംഗിച്ചത് അപ്പുറത്തെ ആളുകൾ കേൾക്കാത്ത അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അന്നത്തെ ഓർമ്മ വെച്ചുകൊണ്ട് ഇന്ന് സംസാരിക്കുന്നത് തൽക്കാലം നിർത്തിവെക്കണം ഉസ്താദെ എന്നാണ് പറയാനുള്ളത്. നമ്മുടെ പത്രത്തിൽ തന്നെ നേതാക്കന്മാർ ഒരു വേള പറയുന്നു, ചില പ്രവർത്തനങ്ങളുമായി അല്ലെങ്കിൽ സുപ്രഭാതത്തിൽ വന്ന ലേഖനങ്ങളുമായി അല്ലെങ്കിൽ വാർത്തയുമായി അതല്ലെങ്കിൽ ചില ആൾക്കാരുടെ മുശാവറയിലുള്ള ചില ആൾക്കാരുടെ പ്രസംഗവുമായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ബന്ധമില്ല എന്ന് പറയുന്ന ഒരു സുപ്രഭാത പത്രത്തിൽ വന്ന പരസ്യമാണ് ഈ പരാമർശിക്കുന്നത്. സുപ്രഭാതത്തിൽ വന്ന പരസ്യം, സുപ്രഭാതത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ ആ വിഷയത്തിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും എന്ന് പ്രഖ്യാപിച്ചു. പിന്നെ നടപടിയെടുക്കും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ശേഷം അതൊന്നും പോരാ, എന്നാലും ഞങ്ങൾ പാടിക്കൊണ്ടേ ഇരിക്കും എന്ന് പറയണമെങ്കിൽ പിന്നെ എന്താ പോലും നിർവാഹമുള്ളത്? അപ്പോൾ ഉള്ള നടപടി എടുക്കാൻ കരുതിയും കൂടി ഇല്ലാതെയാക്കുന്ന പണിയാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യണത്. സുപ്രഭാതത്തിൽ വന്ന പരസ്യവുമായി സമസ്തക്ക് ബന്ധമില്ല. സമസ്തക്ക് ബന്ധമില്ല എന്നാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ അങ്ങനെ ഒരു പരസ്യം വരുമ്പോൾ അതിലുള്ള പരസ്യങ്ങളും അതിൽ വരുന്ന റിപ്പോർട്ടുകളൊക്കെ മുശാവറ കൂടി തീരുമാനിച്ചു കൊടുക്കുന്നതാണ് എന്ന് താങ്കൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? ഒരിക്കലുമല്ല. അതിൻ്റെതായ ബോഡിയും അതിൻ്റെതായ സംവിധാനങ്ങളും ഇല്ലേ? അതിൽ യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ വരുമ്പോൾ മുശാവറ എന്താ പറയേണ്ടത്? അതുമായിട്ട് നമുക്ക് ബന്ധമില്ല, നമ്മൾ കൂടിയാലോചിച്ചുകൊണ്ടോ നമ്മൾ അറിഞ്ഞുകൊണ്ടോ ചെയ്തതല്ല എന്നല്ലേ
സ്വാഭാവികമായും സമസ്ത അറിയാതെ പല കാര്യങ്ങളും സുപ്രഭാതത്തിൽ ന്യൂസായിട്ടും വാർത്തയായിട്ടും പരസ്യങ്ങളായിട്ടും വരും. യോജിക്കാൻ കഴിയാത്ത വിഷയമാകുമ്പോൾ മുശാവറ കൂടിയിട്ട് അത് നമുക്ക് ബന്ധമില്ലാത്തതാണോ എന്ന് പറയണല്ലോ. അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. ആ പറഞ്ഞതാണോ ഇപ്പൊ തെറ്റ്? പിന്നെ മറ്റൊരു കാര്യം, ചില മുശാവറ മെമ്പർമാർക്കെതിരെയെന്നാ മുശാവറ മെമ്പർമാർ പറഞ്ഞതും ബന്ധമില്ലാന്ന് സമസ്ത പറഞ്ഞു. മുശാവറയിൽപ്പെട്ട ആള് എവിടെ പ്രസംഗിക്കുമ്പോഴും അത് മുശാവറ കൂടി തീരുമാനിച്ച് പ്രഭാഷണം നടത്തുന്നതല്ലല്ലോ. ഒരു പ്രഭാഷകൻ ഒരു പ്രസംഗം നടത്തി, മുശാവറയിൽപ്പെട്ട ഒരാൾ ഒരു പ്രസംഗം നടത്തി, ആ പ്രസംഗത്തിൽ എന്തെങ്കിലും നിലക്കുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളോ തെറ്റിദ്ധരിക്കുന്ന ഭാഗങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചോദ്യം വരുമ്പോ അങ്ങനെ ഒരു വിഷയത്തിൽ ആരോപണം വരുമ്പോ മുശാവറ എന്താ പറയാ, അതായിട്ട് സമസ്തക്ക് ബന്ധമല്ല, അത് അദ്ദേഹം വ്യക്തിപരമായി പറഞ്ഞ അഭിപ്രായമാണ്, അത് സമസ്ത കൂടി ആലോചിച്ചെടുത്തതല്ല എന്നാണ് ഈ പറഞ്ഞതേ. ഏതായാലും താങ്കളെ പോലത്തെ ഒരാള് ഇങ്ങനെയൊന്നും പറയാൻ പാടുണ്ടായിരുന്നില്ല. നിങ്ങൾ പറയും ചെയ്തു, നിങ്ങൾ പറയണ കേട്ടാണ് ഞമ്മക്കൂട്ട് മുണ്ടാതിരിക്കാനും കഴിയണില്ല. അതാണ് ഇപ്പോൾ ഉള്ള അവസ്ഥ. അപ്പൊ നിങ്ങൾ മുണ്ടാതൊക്കെ അല്ലാതെ നമ്മൾക്ക് വേറെ മാർഗമൊന്നുമില്ല. പൊന്നു ഉസ്താദേ. മഹാനായിരിക്കുന്ന ശംസുലമയും മഹാനായിരിക്കുന്ന കണ്ണിയത്ത് ഉസ്താദും മഹാന്മാരായിരിക്കുന്ന KV ഉസ്താദും മഹാന്മാരായിരിക്കുന്ന കോട്ടുമുല ഉസ്താദും മഹാനായ KK അബൂബക്കർ ഹസ്രത്തും മഹാനായിരിക്കുന്ന KT മാനുസ്ലിയാനും ബഹുമാനപ്പെട്ട മുൻകഴിഞ്ഞ നമ്മുടെ നേതാക്കന്മാരെല്ലാം തന്നെ ഈ സമൂഹത്തെ നയിച്ചു തന്ന ഒരു മാതൃകയുണ്ട്. മഹാന്മാരായിരിക്കുന്ന സാദാത്തുക്കൾ, ബഹുമാനപ്പെട്ട വാഫക്കിത്തങ്ങൾ, ബഹുമാനപ്പെട്ട മർഹൂം പൂക്കോയ തങ്ങൾ, മഹാനായിരിക്കുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, മഹാന്മാരായിരിക്കുന്ന സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, മഹാനായിരിക്കുന്ന സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ആ പാണക്കാട് കുടുംബവും നമുക്ക് കാണിച്ചു വന്ന ഒരു വഴിയുണ്ട്. ആ വഴിയിൽ നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് ഈ സമൂഹത്തിനെ നയിക്കാൻ, സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പുറകിൽ ഉറപ്പിച്ചുകൊണ്ട് നിന്ന് മുന്നോട്ട് പോകണം. സമസ്തയുടെ പുറകിൽ അടിയുറച്ച് മുന്നോട്ട് പോകണം. ഇവിടെ ആരാ പാണക്കാട് സാദാത്യങ്ങളുടെ പാതയിൽ നിന്ന് വ്യതിചലിച്ചിട്ടുള്ളത്? ഇവരെ ആരാണ് സമസ്തയുടെ പാതയിൽ നിന്ന് വ്യതിചലിച്ചിട്ടുള്ളത്? സമസ്തയുടെ പാതയിൽ നിന്ന് ആരും വ്യതിചലിച്ചിട്ടില്ല. സമസ്തയുടെ പാതയിൽ നിന്ന് പലരും കൊതറി മാറാനും വ്യതിചലിക്കാനും ശ്രമിച്ചപ്പോ നിങ്ങൾ പോവരുതേ, അത് നമ്മളെ പഴയ ആളുകളുടെ വഴിയല്ല എന്ന് പറയല് മാത്രമാണ് സമസ്തക്കാരിവിടെ ചെയ്തിട്ടുള്ളൂ. മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഉമർ അലി ശിഹാബ് തങ്ങൾ, ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ഇവരൊക്കെ കാണിച്ച പാതയിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ആ പാതയിൽ മുന്നോട്ട് പോവണം, ആ പാതയിലേ പോകാവൂ എന്നാണ് നമ്മൾ പറയണത്. അവരൊന്നും കാണിച്ചു തന്നിട്ടില്ലാത്ത, അവരൊന്നും പങ്കെടുത്തോ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ചിട്ടോ ഇല്ലാത്ത പല വിഭാഗങ്ങളെയും പ്രോത്സാഹിപ്പിക്കാനും അവരെ വളർത്താനും അവരെ സുഖിപ്പിക്കാനും നമ്മളും പോണ്ട, നമ്മൾ പോകരുത്, നമ്മൾ ആ വഴിയിൽ പോണ്ടവരല്ല. അതാണ് നമുക്കും പറയാനുള്ളത്. നമ്മളും പറയണത് അതാണ്. നമ്മൾ അത് പറയുമ്പോഴേക്ക് നിങ്ങൾ കൊടിയും പൊടിയും സിന്ദാബാദും പൊളിച്ചിട്ട് നമ്മളെ നേരെ തിരിഞ്ഞിട്ട് എന്നിട്ട് പിന്നെ നിങ്ങൾ തന്നെ തിരിഞ്ഞെന്ന് പറയാ അവരെ വഴിയിലാണ് നമ്മൾ പോകേണ്ടത്. ആ വഴിയിൽ പോകണം എന്നാണ് ഈ പറയണതേ. ആ വഴിയിൽ നിന്ന് ആരും വഴി തെറ്റിപ്പോകാൻ പാടില്ല, അവിടെ നിൽക്കണം. ഞങ്ങളൊക്കെ നിലപാട് അതല്ലേ. ഞങ്ങൾക്ക് ആ നിലപാട് കുറച്ചുകൂടി ശക്തമാണ് എന്നല്ലേ ഞങ്ങൾക്കുള്ള പ്രശ്നം. അവിടെ തന്നെ നിൽക്കണം എന്നാണ് നമ്മൾ പറയണത്. ഇപ്പോ ഫാഷിസം തലക്ക് മുകളിലാണ്, അതുകൊണ്ട് ഒന്ന് അങ്ങോട്ടും ചാടാ ഇങ്ങോട്ടും ചാടാ എന്ന് പറയാൻ നിൽക്കണ്ട. ഇതിനൊക്കെയാണ് വലിയ ഫാസിസ്റ്റുകളും മറ്റവരൊക്കെ ഉള്ള കാലത്താണ് വളരെ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ഈ പറഞ്ഞ നേതാക്കളൊക്കെ ഈ ഉമ്മത്തിനെ നയിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് നമുക്കും പറയാനുള്ളത്. പിന്നെ എവിടെയാണ്, പിന്നെ എന്തിനാ ഇപ്പൊ നിങ്ങൾ വാതിലടച്ച് മീറ്റിംഗ് കൂടിയിരുന്നത്? ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ നയം എങ്കിൽ, നിങ്ങളുടെ നിലപാടെങ്കിൽ പിന്നെ എന്തിനാണ് ഇപ്പൊ ഈ വാതിൽ കുറ്റിയിട്ടിരുന്നത്? പിന്നെ 89 സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കൾക്കെതിരെ ഉണ്ടായ, അവരെ ബുദ്ധിമുട്ടിച്ച പല കാര്യങ്ങളുണ്ട്. അതെന്താ? അവരെ ഖരാവോ ചെയ്യുക, വഴി തടയുക, അവർക്കെതിരെ തോന്നിവാസങ്ങൾ എഴുതുക, അനാവശ്യങ്ങൾ എഴുതി പിടിപ്പിക്കുക, അന്നത്തെ ചില പത്രങ്ങളിലൊക്കെ
ഷംസുൽ ഉലമയെ കുറിച്ചൊക്കെ വളരെ മോശമായി എഴുതുകയും പറയുകയും കണ്ണിയത്ത് ഉസ്താദിനെയൊക്കെ എത്ര മോശക്കാരനാക്കി എഴുതിയിട്ടുണ്ട്. ആ പണി ഇന്ന് ചെയ്യുന്നത് ആരാണ് ഉസ്താദെ ആ പണി ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലേ? ആ പണി ഇവിടെ ചെയ്യുന്ന ആളുകൾക്കെതിരെ ശബ്ദിച്ചതാണ് ഞങ്ങളൊക്കെ ചെയ്ത തെറ്റ്. ഇവിടെ ആരാണ് അത് ചെയ്തത്? സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളെ കുറിച്ച് ആരാണ് സോഷ്യൽ മീഡിയയിൽ പച്ച കളവുകൾ അനാവശ്യമായി എഴുതി പിടിപ്പിച്ച് പ്രചരിപ്പിച്ചത്? നിങ്ങൾ താങ്ങി നടക്കുന്ന ഈ CIC-യുടെ മക്കളായ വക്താക്കളായ പല വാഫികളും മറ്റു ചില ഹുദവികളുമാണ്. ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. തെളിവുകൾ സഹിതം ഞങ്ങളുടെ ഹാജരാക്കി തരാ നിങ്ങളത് നിഷേധിക്കുന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയുടെ ലെറ്റർ, അദ്ദേഹത്തിന്റെ ലെറ്റർ ഹെഡിൽ വന്ന ഒരു കത്തിനെ കള്ളക്കത്താണ് എന്നും അദ്ദേഹത്തിന്റെ പേരിൽ പച്ച കളവുകൾ എഴുതി പിടിപ്പിക്കുകയും ചെയ്ത ആളുകൾ ആരാണ് ഉസ്താദെ? സമസ്തയുടെ സെക്രട്ടറിക്ക് നേരെ, സമസ്തയുടെ മുഷാവറ മെമ്പർമാർക്ക് നേരെ സോഷ്യൽ മീഡിയയിൽ തോന്നിവാസങ്ങൾ എഴുതി 89-ൽ മറുവിഭാഗം എഴുതിയതിനെ പോലും അതിനേക്കാൾ ശക്തമായി വൃത്തികെട്ട ഭാഷയിൽ സമസ്തയുടെ മുഷാവറ മെമ്പർമാർക്കെതിരെ എഴുതിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? പൊന്നുസ്താദെ, നിങ്ങളിത് കാണുന്നില്ലേ, അറിയണില്ലേ? നിങ്ങൾ ഇവിടെ ഒന്നല്ലേ ജീവിക്കുന്നത്? ആ ആളുകളെ ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? എങ്കിൽ അവരെ ഇപ്പൊ നിങ്ങൾ താങ്ങി നടക്കുന്നു. അവർ സംഘടിപ്പിച്ച പരിപാടിയിലാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത്. അതിനു വേണ്ടി നിർമ്മിച്ച ചാനലിലാണ് നിങ്ങളുടെ പ്രസംഗം സംപ്രേഷണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ ശത്രുപാളയത്തിൽ നിന്നുകൊണ്ട് ആരോടാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത്? അതുപോലെ തന്നെ MT ഉസ്താദ് അടക്കമുള്ള പണ്ഡിത നേതാക്കളെ 89-നെ അനുസ്മരിപ്പിക്കുന്ന രൂപത്തിൽ ഖരാവോ ചെയ്യുക, വഴി തടയുക, അവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുക. ആരാണ് ഉസ്താദ് ഇത് ചെയ്തത്? 89-ലെ പണി ഇപ്പൊ ആരാണ് ചെയ്യുന്നത്? ആ ആളുകൾക്ക് എതിരെ സംസാരിക്കുന്നു, അവരെ അടക്കി നിർത്തുന്നു, അവരുടെ ഫിത്തനകളും ഫസാദുകളും വെള്ളമൊഴിച്ച് കെടുത്തുന്നു. അതാണ് ഞങ്ങൾ ചെയ്യുന്ന തെറ്റ്. അതാണ് നിങ്ങൾക്ക് ദഹിക്കാത്തത്. ഞങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തിയെ ഒരു സമസ്തക്കാരൻ എന്ന നിലക്കാണെങ്കിൽ നിങ്ങൾക്കും അവിടെ കൂടിയ ആളുകൾക്കും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ പ്രശംസിക്കാനല്ലേ സാധിക്കുള്ളൂ. സമസ്തയുടെ നേതൃത്വത്തെ പരിഹസിക്കുന്ന, അപഹസിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ആളുകൾക്കെതിരിൽ ഞങ്ങൾ പ്രതിരോധം തീർക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കല്ലേ, ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? അതിനു പകരം നിങ്ങൾ ചെയ്യുന്നത് ഈ തോന്നിവാസങ്ങൾ എഴുതി വിടുന്ന ആളുകൾ അവർ ഗൂഢമായി നടത്തുന്ന, അവരുടെ ആസൂത്രിതമായി അവർ വിരിച്ച പല വലകളിലും നിങ്ങൾ പോയി വീണ് കൊടുത്തിരിക്കുകയാണ്. അവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി സമസ്തയെയും ലീഗിനെയും പരസ്പരം ഫൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അവരുണ്ടാക്കുന്ന കെണികളിൽ നിങ്ങളും പോയി ഇരുന്നു കൊടുക്കുകയാണ് ഉസ്താദെ. അതാണ് നിങ്ങൾ ചെയ്യുന്ന തെറ്റ്. ഇനി നമ്മളെ മായിനാജിയാണ് അടുത്ത പ്രഭാഷണം നടത്തുന്നത്. പക്ഷേ മായിനാജി എല്ലാവരും പുറത്താക്കിയ സ്ഥിതിക്ക് ലൈവ് കിട്ടിയില്ല. പക്ഷേ ലൈവ് കിട്ടിയില്ലെങ്കിലും സ്റ്റേജിൽ നിന്ന് തന്നെ ആ പ്രോഗ്രാം ഫുള്ളായിട്ടും നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ എഴുതിയിരുന്നു. അത് എഴുതി മണിക്കൂറുകൾക്കകം ആ ലൈവ് വിട്ട ചാനലുകാരൻ തന്നെ ഒരുപക്ഷെ ഞാൻ അത് എഴുതിയതുകൊണ്ടായിക്കോളണമെന്നൊന്നുമില്ല, നമ്മളെ കയ്യിലേക്ക് കിട്ടിയിരിക്കണമെന്ന് അറിഞ്ഞതുകൊണ്ടായിക്കോളണമെന്നൊന്നുമില്ല, ഇനിയിപ്പോൾ അത് പൂഴ്ത്തി വെച്ചിട്ട് കാര്യമെല്ലാം തോന്നിയത് കൊണ്ടാവാം, ചിലപ്പോൾ അങ്ങനെയാവാം. എന്തായാലും ആള് തന്നെ അത് പുറത്ത് വിട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞു. ഏതായാലും ഞാൻ അത് രണ്ടൊന്ന് കേൾക്കട്ടെ. കട്ട് ചെയ്തിട്ട് എവിടെയൊക്കെ കട്ട് ചെയ്തിരിക്കണമെന്നൊക്കെ അറിയുവാണല്ലോ. എന്തായാലും ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ആളുകളിലൂടെ കടന്നു പോകാം. അസ്സലാമു അലൈക്കും.